വിളവെടുപ്പിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമായി കേരളീയർ കൊണ്ടാടുന്ന ഓണത്തിന്റെ യഥാർത്ഥ ഐതിഹ്യം അറിയാമോ? അസുര രാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. മഹാബലി നാടു ഭരിച്ചിരുന്ന കാലം എല്ലാ മനുഷ്യരും സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും വസിച്ചു. കള്ളവും ചതിയും പൊളിവചനങ്ങളും ഒന്നുമില്ലാതെ സാഹോദര്യവും സ്നേഹവും വിളയാടിയിരുന്ന കാലഘട്ടം. ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മി മഹാബലിയുടെ രാജ്യത്ത് വിളയാടി. എങ്ങും എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും മാത്രം. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അങ്ങനെയിരിക്കെ സ്വർഗലോകം കൂടെ പിടിച്ചെടുത്ത് ത്രിലോകത്തിന്റെയും അധിപനാവണമെന്നുള്ള മോഹം മഹാബലിയിൽ ഉടലെടുത്തു. അതിനുവേണ്ടി അസുരഗുരുവായ ശുക്രാചാര്യരുടെ സഹായത്തോടെ മഹാബലി വിശ്വജിത് യാഗം നടത്തുകയും അതിൽ നിന്നും സ്വർണരഥങ്ങളും കുതിരകളും എല്ലാം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ സ്വർണരഥത്തിൽ ഇന്ദ്രലോകമായ അമരാവതി ആക്രമിക്കാൻ എത്തിയ മഹാബലിയെ കണ്ട് ഭയന്ന് വിറച്ച ദേവന്മാർ ദേവമാതാവായ അതിഥിയെ അഭയം പ്രാപിച്ചു. ദേവമാതാവായ അതിഥി മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് തന്റെ മക്കളായ ദേവന്മാരെ രക്ഷിക്കണമെന്നുള്ള വരം വാങ്ങിക്കുകയും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ദേവന്മാർക്ക് നീതി ലഭ്യമാക്കാമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അങ്ങനെ അതിഥിയുടെ പുത്രനായി ഭഗവാൻ മഹാവിഷ്ണു വാമന അവതാരം എടുത്തു. അങ്ങനെയിരിക്കെ ഒരിക്കൽ നർമ്മദാ നദിയുടെ വടക്കേ തീരത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് മഹാബലി അശ്വമേധ യാഗം നടത്തുമ്പോഴാണ് വാമനൻ അവിടേക്ക് എത്തുന്നത്. അതിയായ തേജസ്സോടു കൂടിയ ആ ബാലനെ കണ്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് വന്ദിച്ചു. മഹാബലി അദ്ദേഹത്തെ ആദരിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് ഞാൻ നൽകേണ്ടത്? സ്വർണം വേണോ? വീട് വേണോ? 1000 ആനകളെയോ കുതിരകളെയോ തരട്ടെ? ഈ ലോകത്തുള്ളതെല്ലാം എന്റെയാണ്. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. മഹാബലിയുടെ പൂർവികരുടെ ഗുണങ്ങൾ പ്രകീർത്തിച്ച വാമനൻ വെറും 3 അടി മണ്ണ് മാത്രമാണ് ചോദിച്ചത്. എന്നാൽ ആ ബാലന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ 3 അടി മണ്ണ് മാത്രം ചോദിച്ചത് എന്ന് വിചാരിച്ച് ചെറിയ ഒരു ചിരിയോടെ മഹാബലി അത് സമ്മതിച്ചു. പക്ഷെ വന്നിരിക്കുന്നത് മഹാവിഷ്ണു ആണെന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യർ മഹാബലിയെ പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാൽ ഇത് വകവെക്കാതെ മഹാബലി വാമനന് 3 അടി മണ്ണ് അളന്നെടുക്കാൻ അനുവാദം നൽകി. അങ്ങനെ ആകാശമുട്ടെ വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി. ആദ്യത്തെ 2 അടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളക്കുകയും 3ാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയും അതിൽ സംപ്രീതനായ വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയുടെ അഹങ്കാരം ഇല്ലാതാക്കുകയും അടുത്ത മന്വന്തരത്തിൽ മഹാബലിയെ സ്വർഗത്തിന്റെ അധിപനായ ദേവേന്ദ്രനാക്കാമെന്നും അതുവരെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിൽ വസിക്കണമെന്നും വാമനൻ പറഞ്ഞു. കൂടാതെ ലോകാവസാനം വരെ ആണ്ടിലൊരിക്കൽ തിരുവോണനാളിൽ തന്റെ പ്രജകളെ കാണാൻ വരാമെന്നും അനുഗ്രഹം നൽകി. അങ്ങനെ മഹാബലി അദൃശ്യനായി തിരുവോണനാളിൽ വാമന സമേതനായി തന്റെ പ്രജകളെ കാണാൻ വരാറുണ്ട് എന്നാണ് വിശ്വാസം.